ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഫിലോമിന ചർച്ചിനെ പറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിൽ ഒന്നാണ് സെന്റ് ഫിലോമിന ചർച്ച്. അതിന്റെ വാസ്തുവിദ്യ മികവിലൂടെ ജനശ്രദ്ധ ആകർഷിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് ഇത്. സെന്റ് ജോസഫ് സെന്റ് ഫിലോമിന കത്തീഡ്രൽ എന്നാണ് മുഴുവൻ പേര്. മൈസൂരിലും ശ്രീരംഗപട്ടണത്തിലും നിലയുറപ്പിച്ച ബ്രിട്ടീഷ് പട്ടാളങ്ങൾക്ക് വേണ്ടി 1843 ഈ പള്ളി നിർമ്മിച്ചത്. 1933 പുതിയതും ഗംഭീരവുമായ ഒരു പള്ളി ആവിഷ്കരിക്കുന്നതിന് മുമ്പ് ഈ പള്ളി ഒരു നൂറ്റാണ്ടിലേറെ കാലം ലളിതവും തടി കൊണ്ട് നിർമ്മിച്ചതുമായിരുന്നു. ഏകദേശം 8 വർഷത്തോളം നിർമ്മാണം നടത്തിയതിനു ശേഷം 1941 ഈ പള്ളി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. വിശുദ്ധയും റോമൻ കത്തോലിക്ക സഭയുടെ രക്തസാക്ഷിയുമായ വിശുദ്ധ ഫിലോമിനയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ പള്ളി നിർമ്മിച്ചത്. വിശുദ്ധ ഫിലോമിനയുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഗ്രീസിലെ ഒരു ചെറിയ പ്രവിശ്യയിലെ രാജാവിന്റെ മകളായിരുന്നു വിശുദ്ധ ഫിലോമിന. രാജാവും ഭാര്യയും മക്കളില്ലാത്തവരായിരുന്നു. ധാരാളം പ്രാർത്ഥനകൾക്ക് ശേഷമാണ് അവർക്ക് ഒരു പെൺകുഞ്ഞ് ലഭിച്ചത്. അവൾക്ക് ഫിലോമിന എന്ന് പേര് നൽകി. അവളുടെ ജനനം മുതൽ ദൈവത്തിൽ സമർപ്പിച്ചതായിരുന്നു. അവൾ തികഞ്ഞ ദൈവഭക്തിയും വിശ്വസനീയമായിരുന്നു. ഫിലോമിനക്ക് 13 വയസ്സുള്ളപ്പോൾ രാജാവ് മകളെയും കൊണ്ട് റോമിലേക്ക് പോയി. പെൺകുട്ടിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ റോമിലെ ചക്രവർത്തി അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നാൽ താൻ ദൈവത്തിന്റെ അനുയായി ആയതിനാൽ ചക്രവർത്തിയുടെ വിവാഹാഭ്യർത്ഥന ഫിലോമിന നിരസിക്കുകയായിരുന്നു. ഇതിൽ ദേഷ്യം വന്ന ചക്രവർത്തി ഫിലോമിനയെ വധിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ ഫിലോമിന റോമിൽ വെച്ച് രക്തസാക്ഷിയാവുകയായിരുന്നു. സെന്റ് ഫിലോമിന ചർച്ച് 13 വയസ്സുകാരിയായി ഫിലോമിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഫ്രഞ്ച് കലാകാരനായിരുന്ന ഡാലിയാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പള്ളി മുഴുവനും കുരിശിന്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയുടെ ഇരുവശത്തുമുള്ള തുരങ്കപാതകൾ കുരിശിന്റെ ഇരു കൈകളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. മാർബിൾ കൊണ്ട് നിർമ്മിച്ച പ്രധാന ബലിപീഠത്തിൽ വിശുദ്ധ ഫിലോമിനയുടെ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്നു. ബലിപീഠത്തിന്റെ നേരെ താഴെയായി ഭൂമിക്ക് അടിയിലായി വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാനുള്ള സ്ഥലങ്ങൾ പള്ളിയുടെ ഇരുവശത്തും മറ്റും ക്രമീകരിച്ചിരിക്കുന്നു. 800-ലധികം പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോകൾ ദിവസം ലഭിക്കാൻ നമ്മൾ ഇൻസ്റ്റഗ്രാമോ അതുപോലെ തന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.